ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും സാമൂഹിക വികസനവുമാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. കഴിഞ്ഞ 11 വർഷത്തിനിടെ സ്ത്രീ ശാക്തീകരണത്തിൽ രാജ്യത്ത് സമൂല പരിവർത്തനമുണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ചെസ്സിനെ സാർവത്രിക കായിക ഇനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. വാർത്തകൾ വിശദമായി. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും സാമൂഹിക വികസനവുമാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം നീങ്ങുകയാണെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടെ വിവിധ മേഖലകളിലുണ്ടായ വളർച്ച ജനജീവിതം മെച്ചപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ്സ് സർവീസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ധൻകർ. പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് രാജ്യത്തിന്റെ ഭരണ നേതൃത്വമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. All decisions in this country, a sovereign nation, are taken by its leadership. There is no power on the planet to dictate India how to handle its affairs. We do live in a nation and nations that are a committee. We work in togetherness, we work in tandem. We have mutual respect, diplomatic dialogues. But at the end of the day, we are sovereign. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ സർവകക്ഷി യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 21 മുതൽ ഓഗസ്റ്റ് 21 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും ആകെ 21 സിറ്റിംഗുകൾ സമ്മേളനത്തിലുണ്ടാകും. സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്ത് പാസാക്കുന്നതിനായി സമ്മേളനം പരിഗണിക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായി പ്രതിപക്ഷ പാർട്ടിയായ INDI സഖ്യനേതാക്കളുടെ യോഗം ഇന്നലെ വീഡിയോ കോൺഫറൻസിംഗ് വഴി നടന്നു. കോൺഗ്രസ്, TMC, സമാജ്വാദി പാർട്ടി, ശിവസേന, UBT, DMK, CPIM, NCP, SCP തുടങ്ങിയ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ നടക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയും രാജ്യസഭയിലെ സഭാ നേതാവുമായ JP നഡ്ഡ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, പാർലമെന്ററി കാര്യ സഹമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, L. മുരുകൻ എന്നിവർ യോഗത്തിൽ സംബന്ധിക്കുന്നു. കൂടാതെ കോൺഗ്രസിൽ നിന്ന് ഗൌരവ് ഗൊഗോയ്, പ്രമോദ് തിവാരി, NCP, SCPയിൽ നിന്ന് സുപ്രിയ സുലെ, DMKയിൽ നിന്ന് തിരുച്ചി ശിവ, സമാജ്വാദി പാർട്ടിയിൽ നിന്ന് രാം ഗോപാൽ യാദവ്, DMKയിൽ നിന്ന് TR ബാലു എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വർഷകാല സമ്മേളനത്തിൽ ജൻവിശ്വാസ് വ്യവസ്ഥകളുടെ ഭേദഗതി ബിൽ 2025, ദേശീയ കായിക ഭരണ ബിൽ 2025, മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024 എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കും. INDI സഖ്യത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഔദ്യോഗികമായി പിന്മാറി. 2024 പൊതു തെരഞ്ഞെടുപ്പിനായി മാത്രമാണ് INDI സഖ്യം രൂപീകരിച്ചതെന്നും അതിനുശേഷം ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ AAP ഒറ്റയ്ക്കാണ് മത്സരിച്ചതെന്നും മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഇന്നലെ നടന്ന INDI സഖ്യയോഗത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടിയും വിട്ടുനിന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 വർഷത്തിനിടെ സ്ത്രീ ശാക്തീകരണത്തിൽ സമൂല പരിവർത്തനമുണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സൈനിക് സ്കൂളുകളിലെയും നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെയും പ്രവേശനം പോലുള്ള മേഖലകളിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ പങ്കാളിത്തം ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെ പങ്കാളിത്തത്തിലൂടെ ബീഹാറിന്റെ വികസനമെന്ന വിഷയത്തിൽ പട്നയിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിമുക്ത ഇന്ത്യയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് യുവ ആത്മീയ ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാമൂഹ്യ മാധ്യമ കുറിപ്പിന് മറുപടിയായി യുവ ആത്മീയ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ലേഖനം പങ്കുവച്ചാണ് അദ്ദേഹം ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. മൈ ഭാരത് സംരംഭം സംഘടിപ്പിക്കുന്ന യുവ ആത്മീയ ഉച്ചകോടി ഇന്നലെ കാശിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്നതാണ് 2 ദിവസത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഇന്ത്യ
അഡ്വാൽ സിവാക്സ് എന്ന പേരിൽ മലേറിയ വാക്സിൻ വികസിപ്പിക്കുന്നു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി എന്നിവയുമായി സഹകരിച്ചാണ് വാക്സിൻ വികസിപ്പിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഈ വാക്സിന് രോഗബാധ തടയുന്നതിലൂടെയും സമൂഹത്തിലെ രോഗവ്യാപനം കുറയ്ക്കുന്നതിലൂടെയും മലേറിയ പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിന് കാര്യമായ സംഭാവന നൽകാൻ കഴിയും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124-ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലും ഈ മാസം 25 വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924-ൽ പാരീസിൽ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 20-ന് ആഗോളതലത്തിൽ ചെസ് ദിനമായി ആചരിക്കുന്നത്. 1966 മുതലാണ് യുനെസ്കോ ജൂലൈ 20 ചെസ് ദിനമായി അംഗീകരിച്ചത്. ചെസ്സിനെ ഒരു സാർവത്രിക കായിക ഇനമാക്കി മാറ്റുക എന്നതും ദിനാചരണത്തിന്റെ ലക്ഷ്യമാണ്. ഓരോ നീക്കവും പ്രധാനമാണ് എന്നതാണ് ഇത്തവണത്തെ ചെസ് ദിന പ്രമേയം. 1969 ജൂലൈ 20-ന് മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അപ്പോളോ 11 ദൌത്യത്തിന്റെ സ്മരണയ്ക്കായി ലോകം ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം ആചരിക്കുന്നു. ചാന്ദ്ര പര്യവേക്ഷണത്തിലെ ആഗോള നേട്ടങ്ങൾ ആഘോഷിക്കുകയും അന്താരാഷ്ട്ര സഹകരണം, സുസ്ഥിര ബഹിരാകാശ രീതികൾ, സമാധാനപരമായ ഉപയോഗം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ദിനമാണിത്. ഒരു ചന്ദ്രൻ, ഒരു ദർശനം, ഒരു ഭാവി എന്നതാണ് ഇത്തവണത്തെ അന്താരാഷ്ട്ര ചാന്ദ്രദിന പ്രമേയം. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അധ്യയനം ആരംഭിച്ച് 4 മാസമായിട്ടും വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാത്തതിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പുസ്തകം ലഭിക്കാത്തത്. വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തി അടിയന്തരമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അടുത്ത 6 ദിവസത്തിൽ ശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 22 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഷാർജയിൽ മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം തേവലക്കര തെക്കും ഭാഗം സ്വദേശിനി അതുല്യ ശേഖറാണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ ചവറ തെക്കും ഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തു. ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തി. അമ്മയുടെ മൊഴിപ്രകാരമാണ് കേസ്. മരണത്തിൽ ഷാർജ പോലീസും അന്വേഷണം ആരംഭിച്ചു. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2-ന്റെ ഗ്രാൻഡ് ലോഞ്ച് ഇന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗ്യചിഹ്നങ്ങളുടെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. ആരാധകർക്കായുള്ള ജേഴ്സിയുടെ പ്രകാശനം ക്രിക്കറ്റ് താരങ്ങളായ സഞ്ജു സാംസണും സൽമാൻ നിസാറും ചേർന്ന് നിർവഹിക്കും. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് നടക്കാനിരുന്ന ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം റദ്ദാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശിഖർ ധവാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ പാകിസ്ഥാനെതിരെ കളിക്കില്ലെന്ന് തീരുമാനിച്ചതോടെയാണ് മത്സരം റദ്ദാക്കിയത്. ഇതിനു പിന്നാലെ ക്ഷമ ചോദിച്ച് WCL സംഘാടകർ രംഗത്തെത്തുകയും ചെയ്തു. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9 മണി മുതൽ ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റണിലായിരുന്നു മത്സരം തീരുമാനിച്ചിരുന്നത്. മത്സരം റദ്ദാക്കിയതിനെ തുടർന്ന് ടിക്കറ്റ് എടുത്തവർക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യുമെന്ന് സ്റ്റേഡിയം അധികൃതർ അറിയിച്ചു. കച്ചിന്റെ മനോഹാരിത ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. മോട്ടോർ സൈക്കിൾ യാത്രികർ ഈ മേഖല സന്ദർശിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ TVS മോട്ടോർ കമ്പനിയിലെ വേണു ശ്രീനിവാസൻ, സുദർശൻ വേണു എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും സാമൂഹിക വികസനവുമാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. കഴിഞ്ഞ 11 വർഷത്തിനിടെ സ്ത്രീ ശാക്തീകരണത്തിൽ രാജ്യത്ത് സമൂല പരിവർത്തനമുണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്.
കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ചെസ്സിനെ സാർവത്രിക കായിക ഇനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.